ഹായ്, വെൽക്കം ബാക്ക് ടു സുലു ബ്ലോഗ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. പിന്നെ ഞാൻ ഏത് റെസിപ്പി കൊണ്ടുവന്നാലും ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിയുമ്പോൾ ഇതേ രീതിയിൽ അരിയണം, എന്നാലേ ഒരേ വേവ് വരുത്തോളൂ. ഞങ്ങളിവിടെ 100 ഗ്രാം വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് 4 പച്ചമുളക് 2ആയിട്ട് കീറിയതാണ്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 സവാള നീളത്തിൽ അരിഞ്ഞതാണ്. ഇത് ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി ചെറുതായി എണ്ണ ചേർത്ത് കൊടുക്കാം. ചേർത്തോട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു കാര്യം മറക്കരുത്, നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കായിട്ട് അറിയിക്കണേ, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ, വീഡിയോ പരമാവധി ഷെയർ ചെയ്യണേ, പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് സബ്സ്ക്രൈബായി അറിയിക്കണേ. പിന്നെ എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ ഞെക്കി ബെൽ ബട്ടൺ ഞെക്കി ഓൾ എന്ന ഓപ്ഷൻ ഞെക്കണേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കണം. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് തേങ്ങ അരച്ചെടുക്കാം. ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. കുറച്ചായിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ജീരകം എടുത്തിട്ടുണ്ട്. ഇതും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റായി ഈ പരുവത്തിലാകുമ്പോഴാണ് നമ്മൾ മിക്സ് ഓഫ് ചെയ്യേണ്ടത്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണല്ലേ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മസാലപ്പൊടികളാണ് ചേർക്കാൻ പോകുന്നത്. ആദ്യത്തെ മസാല എന്ന് വെച്ചാൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞങ്ങളിവിടെ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ എരിവിന് വേണ്ടി പച്ചമുളക് ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഒരു നുള്ള മുളക് പൊടി ചേർക്കുന്നത്. ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. ഇത് തിളച്ച് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് തിളച്ച് വരണ്ട, ആവി മാത്രം വന്നാൽ മതി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഇത് തിളച്ച് വരണ്ട, ആവി മാത്രം വന്നാൽ മതി. അതുകൊണ്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ഉപ്പ് എല്ലായിടത്തും ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് താളിക്കണം. അതിനുവേണ്ടി നമുക്ക് അല്പം എണ്ണ ചീനച്ചട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
നമുക്കിതിലേക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. വഴറ്റാൻ ആവശ്യമായ കൊച്ചുള്ളി മാത്രം മതി. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി നമുക്കിതിലേക്ക് 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇപ്പം താളിച്ച് വെച്ചത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിത് 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. നമ്മളിപ്പോൾ താളിച്ചതിൻ്റെ ഗുണം പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ അടച്ചു വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. നമ്മൾ ഈ കറികളൊക്കെ വെക്കുമ്പോൾ ഉടനെ യൂസ് ചെയ്യരുത്. അരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷമേ നമ്മളത് എടുക്കാവൂ. എന്നാലേ അതിൻ്റെ ഗുണങ്ങളൊക്കെ ഇറങ്ങി പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ വേറെ ഒരു കറിയും ഇല്ലെങ്കിൽ ഈ ഒഴിച്ച കറി മതി നമുക്ക് അന്നത്തെ ചോറ് അടിപൊളിയാക്കാൻ.